ഏജിംഗ് നമ്മളെ എല്ലാം ബാധിക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സാഗിങ്, ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കൊളാജിൻ, ഇലാസ്റ്റിൻ, ഹൈലൂറോണിക് ആസിഡ് പോലെയുള്ള ഘടകങ്ങളുടെ പ്രൊഡക്ഷൻ പ്രായം കൂടുന്തോറും കുറയുമ്പോൾ സ്കിന്നിൻ്റെ ഫേംനെസ് നഷ്ടപ്പെടുകയും സ്കിൻ സാഗുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഒന്നാണ് ഗ്രാവിറ്റി, ഭൂഗുരുത്വം. അത് നമ്മുടെ സ്കിൻ മസിൽസിനെയും ഫാറ്റ് പാർട്സിനെയൊക്കെ താഴോട്ട് വലിക്കുന്നുണ്ട്. സോ കൊളാജിൻ, ഇലാസ്റ്റിൻ ഇതൊക്കെ കുറയുന്നത് ഫേഷ്യൽ സാഗിങ്ങിന് കാരണമാവുമ്പോൾ ഗ്രാവിറ്റി ഇതിനെയൊക്കെ വേഗത്തിലാക്കുന്നു. ഒരു പ്രായം എത്തുമ്പോൾ മിഡ് ഫേസ് സാഗിങ് സംഭവിക്കുന്നു. ചീക്ക് ബോണിന് താഴെ, അതായത് ഇവിടുന്ന് താഴേക്ക് ഫാറ്റ് പാർട്സ് സാഗ് ചെയ്യാൻ തുടങ്ങും. ഇത് പിന്നെ താടിയിലേക്കും കവിളിലേക്കും ഒക്കെ വരികയും ഒരു യു ഷേപ്പിലേക്ക് മുഖം മാറുകയും ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഏജിങ് സൈൻസൊക്കെ മുഖത്ത് വളരെ പ്രകടമായി കാണുകയും നല്ല പ്രായം തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മുഖത്തെ സാഗിങ്ങിനെയൊക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ഫേസിനെ ഒന്ന് ടൈറ്റൻ ആക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫേസിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ആൽമണ്ട് ഗമ്മാണ്. ഇത് അധികം നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഇത് ബദാം മരത്തിൻ്റെ സ്കിന്നിൽ നിന്നെടുക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പശയാണ്. കൂളിംഗ് ആൻഡ് ഹീലിംഗ് പ്രോപ്പർട്ടീസും ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ആൽമണ്ട് ഗം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ഇതിട്ട് വെള്ളം കുടിക്കാറുണ്ട്. വളരെയധികം ശരീരത്തിന് ഒരു ഹൈഡ്രേഷൻ നൽകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണിത്. നമുക്കറിയേണ്ടത് ഇത് സ്കിന്നിന് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് എന്നുള്ളതാണ്, അല്ലേ? ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ആൽമണ്ട് ഗം എന്ന് പറയുന്നത്. ഇതിൽ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും പ്രിമച്വർ ഏജിങ്ങിനെ തടയുകയും ചെയ്യുന്നു. അതേപോലെ ഫ്രീ റാഡിക്കൽസിനെ പ്രതിരോധിക്കുകയും സെൽ ഡാമേജിനെ തടയുകയും ഫൈലൻസിനെയും റിങ്കിൾസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുകയും കൊളാജിൻ പ്രൊഡക്ഷനൊക്കെ ഇംപ്രൂവ് ചെയ്ത് സ്കിൻ സാഗിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ടും ഈ ആൽമണ്ട് ഗം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ആൽമണ്ട് ഗം ആണ്. രണ്ടാമതായി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബനാനയാണ്, ഒരു പഴമാണ്. നന്നായി പഴുത്ത ഒരു ബനാനയാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത്. ഒരു നാച്ചുറൽ ആൻറ്റി ഏജിങ് റെമഡി ആയിട്ട് ബനാന ഉപയോഗിക്കുന്നത് വൈറ്റമിൻസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് ഇത്. ആൻറ്റി ഏജിങ്ങിനും സ്കിൻ സാഗിങ്ങിനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ബനാന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ബനാനയാണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന പോഴ്സിനെയൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്ത് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ടൈറ്റൻ ആകാനായിട്ട് കേർഡ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാസ്റ്റർ ഓയിലാണ്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഹെയർ ഗ്രോത്തിനാണ് നമ്മൾ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, സ്കിന്നിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിനൊരു ഡീപ്പ് ഹൈഡ്രേഷൻ നൽകും, റിങ്കിൾസിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ സ്കിന്ന് ടൈറ്റൻ ആകാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കാസ്റ്റർ ഓയിൽ. ആരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു കാസ്റ്റർ ഓയിൽ മുഖത്ത് തേച്ചാൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകില്ലേ എന്ന്? ഒരിക്കലും ഉണ്ടാകില്ല, അതൊരു മിത്താണ്. മുഖത്ത് രോമവളർച്ച ഉണ്ടാകുന്നത് ഹോർമോണൽ ആക്ടിവിറ്റീസ് മൂലമാണ്, അല്ലാതെ ഓയിൽ ആപ്ലിക്കേഷൻ കൊണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നെങ്കിൽ എൻ്റെ മുഖം നിറയെ ഹെയർ ഉണ്ടായേനെ. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഒരിക്കലും നമ്മൾ കാസ്റ്റർ ഓയിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവുകയില്ല. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ കാസ്റ്റർ ഓയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്. ഇനി കാസ്റ്റർ ഓയിൽ പറ്റില്ല, ഓയിലി സ്കിന്നുള്ളവരാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹൊഹോബ ഓയിൽ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് നിങ്ങൾ ഇതിനു വേണ്ടി കാസ്റ്റർ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഓരോ ഫേസ് പാക്കുകളെ കുറിച്ച് പറയുമ്പോഴും അതിൽ പറഞ്ഞേക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും നമ്മൾ ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പരമാവധി നിങ്ങൾ ആ പറയുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നോക്കി വാങ്ങാവുന്നതാണ്. ഇനി ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് അഞ്ചാമതായിട്ട് ആവശ്യമുള്ളത് അലോവേറ ജെല്ലാണ്. അലോവേറയിലെ ആസ്ട്രിജൻ പ്രോപ്പർട്ടീസ് സ്കിൻ സാഗിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്ത് സ്കിന്ന് നല്ല ടൈറ്റൻ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.
അതേപോലെ തന്നെ അലോവേറയിലെ എൻസൈംസും അമിനോ ആസിഡ്സും ഒക്കെ സ്കിന്നിനെ നല്ല സ്മൂത്താക്കി സോഫ്റ്റാക്കി നല്ല യൂത്ത്ഫുള്ളാക്കി വെക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫേസിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഏതൊക്കെയാണ്? ഒന്നാമത് നമുക്ക് വേണ്ടത് ആൽമണ്ട് ഗമ്മാണ്, രണ്ടാമത് ബനാനയാണ്, മൂന്നാമത് കേർഡാണ്, നാലാമത് അലോവേറ ജെല്ലാണ്, അഞ്ചാമത് കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ ഫേസിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യം നമ്മുടെ ആൽമണ്ട് ഗമ്മാണ്. അതൊരു 5-6 എണ്ണം മതിയാകും. ഇത് നമ്മുടെ ഈ കുന്തിരിക്കമില്ലേ, അതുപോലെയാണ് ഇതിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. ഇതൊരു 5-6 എണ്ണം മതിയാകും. ഇതൊരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇടുക. ഇതൊരു സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അത് ഒരു ഓവർനൈറ്റ് വെക്കേണ്ടതുണ്ട്. ഒരു 8 to 12 അവേഴ്സ് ഇത് സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുക. ഒരു 8 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും ഇതൊരു ജെൽ രൂപത്തിൽ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് എടുക്കുക. അപ്പോൾ ആൽമണ്ട് ഗമ്മും ഒരു ബനാനയുടെ ഒരു പകുതി ഭാഗം, ഒരു അരഭാഗം മാത്രം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളൂ. ബനാനയും ഈ ആൽമണ്ട് ഗമ്മും ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ തൈരും 1 ടീസ്പൂൺ അലോവേറ ജെല്ലും 1/2 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി ക്ലെൻസ് ചെയ്ത ഫേസിലും നെക്കിലും ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് 3-4 ദിവസം യൂസ് ചെയ്യാവുന്നതാണ്. നല്ല തിക്ക് ലെയറായിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട്, അത് മറന്നു പോകരുത്. വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ ഫേസ് സാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഞാൻ ആൽമണ്ട് ഗമ്മിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. എന്തായാലും നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഫേസ് പാക്കിൽ എടുത്തേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഫേസിനെ ലിഫ്റ്റ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ഫേസ് പാക്കാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ നിങ്ങൾ ഇതൊരു 3-4 ദിവസമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല റിസൾട്ട് തരുന്നൊരു പാക്കാണിത്. മാത്രമല്ല ഇതിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമാണ്. നമ്മൾ ഇതുപോലെയുള്ള ഹോം റെമഡീസ് ട്രൈ ചെയ്തിരിക്കണം. അതിനോടൊപ്പം നമുക്കൊരു സ്കിൻ കെയർ റുട്ടീനും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതും മറന്നു പോകാതിരിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.